പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജേക്കബ് നായത്തോട് സ്മൃതി സദസ്സ് സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എഴുത്തുകാരൻ ജേക്കബ് നായത്തോട് സ്മൃതി സദസ്സും ചിന്ത പബ്ലിഷേഴ്സിന്റെ അടിമക്കാശ് നോവൽ പ്രകാശനവും നടന്നു. അങ്കമാലി AP കുര്യൻ മെമ്മോറിയൽ CSA ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ KP മോഹനൻ, ഡോക്ടർ KG പൗലോസ്, ജോൺ ഫെർണാണ്ടസ്, സഹീർ അലി, രവിത ഹരിദാസ്, ബാബുരാജ് വൈറ്റില, KP റിജീഷ്, ഡോക്ടർ സന്തോഷ് തോമസ്, VK ഷാജി, TR വല്ലഭൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയ അക്ഷരങ്ങളാൽ പളപൊരുതിയ എഴുത്തുകാരൻ അതായിരുന്നു ജേക്കബ് നായത്തോട്. എഴുത്തിലൂടെ സംവദിക്കുന്നതെല്ലാം പുരോഗമന ചിന്താധാരയുടെ ദാർശനിക തലങ്ങൾ. തമ്പി എന്ന് വിളിപ്പേരുള്ള അങ്കമാലിയുടെ സ്വന്തം സാഹിത്യകാരനെ ഇന്നും നാട്ടുകാർ സ്മരിക്കുകയാണ്. പനമ്പ്, കണ്ണകി, ഊര്, തടവറയിലെ വിശുദ്ധർ, സിന്ധു നദിയുടെ തീരങ്ങളിൽ തുടങ്ങി അദ്ദേഹത്തിൻ്റെതായ നോവലുകൾ അനവധി. പ്രഥമ അബുദാബി ശക്തി അവാർഡ് നേടിയ കാവൽക്കാർ ഉൾപ്പെടെ നിരവധി ചെറുകഥകളും അദ്ദേഹം എഴുതി. എഴുത്തുകാരന് പുറമെ മികച്ച അധ്യാപകനും മണ്ണിനെ അറിഞ്ഞ കർഷകനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം അദ്ദേഹം എഴുതിയ അവസാന നോവലായ അടിമക്കാശ് മരണാനന്തര ആദരവായി പ്രകാശനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം അങ്കമാലി CSAയിൽ സ്മൃതി സദസ്സും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ജോൺ ഫെർണാണ്ടസ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അങ്കമാലി.